സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കളയിലേക്ക് മടങ്ങി വരികയില്ല. യെശയ്യാവ് 55:14 വാക്യം. തിരുവചനം ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം ജീവനും പ്രദാനം ചെയ്യും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. യശയ്യാപ്രവാചകനോട് ദൈവത്തെ അന്വേഷിക്കുവാനും വിളിച്ചപേക്ഷിപ്പാനും ദൈവം ആഹ്വാനം ചെയ്തു. യെശയ്യാവ് 55:6 വാക്യം. കാരണം അവിടുന്നാണ് സംസാരിക്കുകയും ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നത്. അവിടുന്ന് തൻ്റെ വചനം അയക്കുമ്പോൾ തൻ്റെ ഉദ്ദേശം നടപ്പിലാകും എന്നത് അവിടുത്തെ ഉറപ്പാകും. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയുകയും ചെയ്യുന്ന പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ചത് കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നാമും വചനത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്കും നമ്മുടെ അന്തരംഗങ്ങളിലെ കൃപയും സത്യവുമായി ആഴ്ന്നിറങ്ങാം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനം അത് ഉദ്ദേശിച്ച കാര്യം ചെയ്യാതെ ഇവിടുത്തെ മടങ്ങയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. എപ്പോഴാണ് ദൈവം ബൈബിളിനെ ജീവനുള്ളതായി നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്? ദൈവവചന വായനയും പ്രാർത്ഥനയും ജീവിതത്തിൻ്റെ ക്രമമായി തീർപ്പാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, എനിക്ക് അവിടുന്ന് കൃപ പ്രദാനം ചെയ്യുന്ന തിരുവഴുത്തുകൾക്കായി നന്ദി. അവിടുത്തെ വചനം എന്നിൽ ജീവനും സമാധാനം നൽകുവാനാവട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.